വെണ്ണേറമൂട് കൂട്ടക്കൊലപാതക കേസിലെ പ്രതി അഫാനെ ജയിലിലേക്ക് മാറ്റി. കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. വാപ്പയുടെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ പോലീസ് വിവിധ ഇടങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇതിനുശേഷം കിളിമാനൂർ പോലീസ് കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. അതിനിടെ ബന്ധുവായ മറ്റൊരു യുവതിയെയും അഫാൻ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു. ഇവരുടെ സ്വർണമാല കൈക്കലാക്കുകയായിരുന്നു അഫാന്റെ ലക്ഷ്യം. ഈ പെൺകുട്ടിക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ അഫാൻ അയച്ച സന്ദേശങ്ങളുടെ വിശദാംശങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയാണ് പോലീസ്. അതേസമയം അഫാന്റെ മാതാവ് ഷെമി ആശുപത്രി വിട്ടു. അഫാന്റെ വധശ്രമത്തിനിടയിൽ പരിക്കുകളോടെ രക്ഷപ്പെട്ട ഷെമി 17 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി വിടുന്നത്. അഫാന്റെ കൊലപാതക പരമ്പരയെക്കുറിച്ചുള്ള വിവരം വളരെ വൈകിയാണ് ഷെമിയെ ബന്ധുക്കൾ അറിയിച്ചത്. ഇതിന് പിന്നാലെ അഫാനെ കാണണമെന്ന് ഷെമി ബന്ധുക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. ഭാര്യ ഡിസ്ചാർജ് ആയെങ്കിലും എങ്ങോട്ട് പോകുമെന്നറിയില്ലെന്ന് അഫാന്റെ പിതാവ് റഹീം പറഞ്ഞു. ബന്ധുക്കൾക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. അവർ ആരും സഹായത്തിനായില്ല. ഭാര്യ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് മടങ്ങിയെത്താൻ ദിവസങ്ങളെടുക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഭാര്യയ്ക്ക് ശുചിമുറിയിൽ പോലും പോകണമെങ്കിൽ സഹായത്തിനായി ആളുകൾ വേണ്ട അവസ്ഥയാണ്. ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും ഇതുവരെ അവർ മുക്തിയായിട്ടില്ല. ഇളയ മകൻ അഫ്സാൻ മരിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും ഭാര്യ വിശ്വസിച്ചിട്ടില്ല. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അറിയിച്ചപ്പോൾ അഫാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് ഭാര്യ പറഞ്ഞത്. വിവരങ്ങൾ ഒന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകാതെ കരയുകയായിരുന്നു. സാമ്പത്തിക ബാധ്യതയെക്കുറിച്ചൊന്നും ഇപ്പോൾ ഭാര്യയോട് സംസാരിച്ചിട്ടില്ല. കോവിഡിന് ശേഷമാണ് താൻ സാമ്പത്തികമായി തകർന്നത്. ഇത്രയും കടമുണ്ട് എന്ന് അറിയില്ലായിരുന്നു. 15 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ബന്ധുവിൽ നിന്ന് 4 ലക്ഷം രൂപയും സ്വർണവും കടം വാങ്ങിയതായി അറിയാം. ബാക്കിയുള്ള കടത്തെക്കുറിച്ച് അറിവില്ല. വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഷെമി കോഴിമുട്ട ബിസിനസ് നടത്തിയിരുന്നു. പക്ഷേ ചിട്ടി നടത്തിയതിനെ കുറിച്ച് അറിയില്ല. ഫർസാനിയുമായുള്ള ബന്ധം അഫാൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു. സമയമാകുമ്പോൾ ആലോചിക്കാമെന്നാണ് മറുപടി നൽകിയത്. അഫാൻ ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചതായി അറിയില്ല. വീട് വിൽക്കാനുള്ള ശ്രമം അഫാൻ നടത്തിയിരുന്നു. അവൻ വഴിതെറ്റിപ്പോകുമെന്ന് വിചാരിച്ചതേയില്ലെന്നും റഹീം വ്യക്തമാക്കി. അതിനിടെ കോവിഡിന് ശേഷമുള്ള 3.5 വർഷം കൊണ്ട് 65 ലക്ഷം രൂപയുടെ കടബാധ്യതയാണ് ഷെമിക്കും അഫാനും ഉണ്ടായത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തം നിലയ്ക്ക് വായ്പ വാങ്ങിക്കൂട്ടിയതിനു പുറമെ ബന്ധുക്കളുടെ പക്കൽ നിന്നും പണവും സ്വർണവും വീടിന്റെ ആധാരം വരെ വാങ്ങി പണയം വെച്ചിരുന്നു. കടബാധ്യതയ്ക്ക് തുടക്കമിട്ടത് അമ്മയാണെന്നും ജീവിക്കാൻ വഴിയില്ലാതെ എല്ലാവരെയും കൊലപ്പെടുത്തി താനും മരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്.